പൾസർ സുനി കാക്കനാട് ജയിലിൽ വെച്ച് നടൻ ദിലീപിന് അയച്ചെന്ന് കരുതുന്ന കത്ത് പുറത്ത്. തനിക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകണമെന്നാവശ്യപ്പെട്ട് എഴുതിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ഒളിവിലിരിക്കെ കാക്കനാട്ടെ ദിലീപിന്റെ സ്ഥാപനത്തിൽ താൻ എത്തിയിരുന്നതായും സുനി കത്തിൽ എഴുതുന്നുണ്ട്. കത്തിന്റെ വിശ്വാസ്യത അന്വേഷിക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി സിജു ചേരുന്നു. സിജു, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പൾസർ സുനിയുടേതായ, അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രധാന പ്രതിയായ പൾസർ സുനിയുടേതായ കത്ത് എന്ന് കരുതുന്ന കത്ത് പുറത്തു വന്നത്. അതിൽ തന്നെ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് നടൻ ദിലീപിനെ ഫോക്കസ് ചെയ്ത് എഴുതിയിരിക്കുന്ന കത്താണ്. ദിലീപും താനും തമ്മിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയതെന്ന് കത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകളാണ് കത്തിലൂടെ ലഭിക്കുന്നത്. ഏതായാലും ഈ കത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 4-ാം മാസം, അതായത് ഏപ്രിൽ മാസം 12-ാം തീയതി കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് അയച്ച കത്തായിട്ടാണ് ഈ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ഇത്തരത്തിൽ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അന്ന് അങ്ങനെ ഫോണിൽ പോലും ബന്ധപ്പെടാതിരുന്നതിന്റെ സാഹചര്യം താങ്കൾക്ക് മനസ്സിലാകുമല്ലോ. മാത്രമല്ല, ഇനി എനിക്ക് എന്റെ സേഫ്, എന്റെ സുരക്ഷിത സ്ഥാനം നോക്കിയേ പറ്റൂ. എന്നോടൊപ്പം ഈ കൃത്യത്തിൽ പങ്കെടുത്ത 5 പേരെ കൂടി സുരക്ഷിതാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കാത്തിരിക്കാനാകില്ല. എനിക്ക് വാഗ്ദാനം ചെയ്ത പണം എത്രയും പെട്ടെന്ന് നൽകണം. അത് ഒറ്റഗഡുമായി നൽകേണ്ടതില്ല. 5 മാസത്തിനുള്ളിൽ പൈസ തന്നാൽ മതിയെന്നാണ് പൾസർ സുനി കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ജയിലിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒടുവിലായ സമയത്ത് കാക്കനാട്ടെ സ്ഥാപനത്തിൽ, ദിലീപിന്റെ സ്ഥാപനത്തിൽ ചെന്നിരുന്നുവെന്നും അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവിടെ ഇല്ല, ആലുവയിൽ പോയിരിക്കുന്നതായിട്ട് അറിഞ്ഞുവെന്നും കത്തിലൂടെ പൾസർ സുനി വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ നാദിർ ഷായോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കത്തുമായി വരുന്ന വിഷ്ണുവിനോട് കാര്യങ്ങൾ പറയണം. മാത്രം ഈ കേസിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിഷ്ണുവിന് അറിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ദിലീപിനെ വിശ്വാസത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കത്ത് കിട്ടി 3 ദിവസത്തിനുള്ളിൽ മണി ഓർഡറായി ഒരു 300 രൂപ അയക്കണമെന്നും കത്തിലൂടെ പൾസർ സുനി ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും നടൻ ദിലീപും അതോടൊപ്പം തന്നെ നാദിർ ഷായും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു ഭീഷണി കത്ത് വിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, 1.5 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു കത്ത്, ഒരു ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് നാദിർ ഷായും അതോടൊപ്പം തന്നെ ദിലീപും പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു കത്ത് പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ദിലീപിന്റെ അടക്കം പേരുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി വേണം ഈ കത്ത് പുറത്തു വന്നതിന്റെ പരിശോധിക്കേണ്ടത്. ഏതായാലും നിരവധി കോണുകളിൽ നിന്ന് ഇത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പറ്റില്ല, CBI അന്വേഷിക്കണം. കോൺഗ്രസ് നേതാവും MLA-യുമായ PT തോമസ് തന്നെ ഇക്കാര്യത്തിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ നിജസ്ഥിതി വെളിവാടണമെങ്കിൽ സംസ്ഥാന പോലീസിന് പുറത്തുള്ള ഏജൻസി, അതായത് CBI തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യങ്ങളായിരിക്കും ഇനി ഒരു തുടരന്വേഷണത്തിന്റെ സാധ്യത തുറന്നിട്ട് എന്നതാണ് പൾസർ സുനിയുടേതായി പുറത്തു വന്നിരിക്കുന്ന കത്ത്. ധന്യ. സിജു സുഗതനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് നടൻ ദിലീപും സംവിധായകൻ നാദിർ ഷായും പോലീസിൽ പരാതി നൽകി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു കേസിൽ തങ്ങളുടെ പേര് വലിച്ചിഴക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഭീഷണിയുടെ ശബ്ദരേഖയും പോലീസിന് കൈമാറി. ഏപ്രിൽ 20-നാണ് ദിലീപും നാദിർ ഷായും അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ തങ്ങളുടെ പേരുകളും വലിച്ചിഴക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് പരാതി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണുവാണെന്ന് ഇയാൾ പരിചയപ്പെടുത്തിയതായും നാദിർ ഷാ പറഞ്ഞു. ദിലീപിനെ വിളിച്ചു കിട്ടാത്തതിനാൽ തൻ്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. ദിലീപിൻ്റെ പേര് കേസിലേക്ക് വലിച്ചഴിക്കാൻ ആവശ്യപ്പെട്ട് തനിക്കും ഇയാൾ പണം വാഗ്ദാനം ചെയ്തു. സിനിമയിലെ തന്നെ മറ്റു ഉന്നതരാണ് തങ്ങളെക്കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിക്കുന്നതെന്ന് വിഷ്ണു പറഞ്ഞതായും നാദിർ ഷാ പറഞ്ഞു. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ്, കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ വരും. പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തരണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. പരാതി നൽകിയതായും ദിലീപും സ്ഥിരീകരിച്ചു. പരാതിയിൽ പോലീസ് തന്റെ മൊഴിയെടുക്കണമെന്നും ജനങ്ങൾ സത്യം അറിയട്ടെ എന്നും ദിലീപ് പ്രതികരിച്ചു. തന്നെയും തന്റെ സിനിമകളെയും തകർക്കാനുള്ള ശ്രമമാണെന്നും ദിലീപ് ആരോപിച്ചു. ആരൊക്കെ ബന്ധപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എല്ലാം എത്തിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ തെളിവുകളും അടക്കം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മള് ഈ ജന്മത്തെ ഓർമ്മയിൽ കാണാത്ത ബ്ലാക്ക്മെയിൽ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നത്. മാധ്യമങ്ങളോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ വേണ്ടാതിനെ ആലോചിച്ച് വെച്ച് വളച്ചൊടിക്കരുത്. അതേസമയം കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും
എന്നാൽ സിനിമക്കാർക്ക് ഇതിൽ ബന്ധമില്ലെന്നും പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിംസൺ പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകി. ഈ മൊഴികളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ പൂർവമായ തെളിവുകൾ ശേഖരിക്കാനൊരുങ്ങുകയാണ് പോലീസ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാനിരിക്കെയാണ് നിർണായകമായ വഴിത്തിരിവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രാ നിരക്ക് ഉത്സവ സീസണിൽ വിമാന കമ്പനികൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നത് തടയാൻ ഇടപെടണമെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജുവിന് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് റംസാൻ വേളയിൽ 5ഉം 6ഉം ഇരട്ടി നിരക്കാണ് വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പെരുന്നാളിന് നാട്ടിൽ വരേണ്ട മലയാളികളായ തൊഴിലാളികളെ നിരക്ക് വർധന ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഉത്സവ സീസണും വിദ്യാലയ അവധിയും വരുമ്പോൾ ഉണ്ടാകുന്ന നിരക്ക് മുതലെടുത്ത് യാത്രക്കാരെ പിഴിയുന്ന സമീപനമാണ് വിമാന കമ്പനികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേരളം ഗൾഫ് മേഖലയിലെ വിമാനക്കൂലി നിജപ്പെടുത്തണമെന്നും കൂടുതൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഫരീദാബാദിൽ ട്രെയിനിൽ നടന്ന കൊലപാതകമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. മുസ്ലിം പേരോ വസ്ത്രധാരണമോ ദേശവിരുദ്ധമെന്ന് മുദ്രകുത്തുന്ന സാഹചര്യമാണുള്ളതെന്നും കാരാട്ട് കൊച്ചിയിൽ പറഞ്ഞു. EMS പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ മാത്രം പേരിലുള്ള കൊലപാതകമാണിതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. വാർത്തയിലേക്ക്. ഹരിയാനയിൽ വർഗീയ കൊലപാതകം. പെരുന്നാൾ ആഘോഷത്തിന് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്ന 15 വയസ്സുകാരനായ മദ്രസ വിദ്യാർത്ഥിയെ ഹിന്ദു വർഗീയവാദികൾ ട്രെയിനിനകത്ത് ദാരുണമായി കുത്തിക്കൊലപ്പെടുത്തി. അതേസമയം ബീഫ് കൈവശം വെച്ചിരുന്നില്ലെന്ന് കൊല്ലപ്പെട്ട ജുനൈദിന്റെ കുടുംബം പറയുന്നു. ഇതിനുള്ള വസ്ത്രം വാങ്ങി മടങ്ങവെയായിരുന്നു ആക്രമണം. തൊപ്പി വലിച്ചെറിയുകയും താടി പിഴുതെടുക്കാൻ ശ്രമിച്ചെന്നും ഇരയായ ജുനൈദിന്റെ സഹോദരൻ പറഞ്ഞു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്നും കുടുംബം പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. മനു ശങ്കർ ടെലിഫോണിൽ ചേരുന്നു. മനു, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ. ധന്യ, ഡൽഹിയിലെ തുഗ്ലക്കാബാദിൽ നിന്ന് ഹരിയാനയിലെ ബല്ലൌഘട്ടിലേക്ക് ഈദ് ദിനവുമായി ബന്ധപ്പെട്ട് ബീഫ് വാങ്ങി മടങ്ങവേ ഒരു സംഘം ആളുകൾ ജുനൈദ് അതോടൊപ്പം മറ്റു 2 സഹോദരന്മാർ 3 മുസ്ലിം സഹോദരന്മാരെ മർദ്ദിച്ചു എന്നാണ് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ബീഫ് കൈവശം വച്ചിരുന്നില്ലെന്നും ബീഫ് വാങ്ങാനായല്ല ഡൽഹിയിലേക്ക് പോയതെന്നും പകരം ഈ 3 മദ്രസ വിദ്യാർത്ഥികളും ഈദ് ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെത്തി വസ്ത്രം വാങ്ങി തിരികെ ഹരിയാനയിലേക്ക് പോകവെയാണ് ഈ ഒരു സംഘം ആളുകൾ ആക്രമിച്ചത് എന്നാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇരയാക്കപ്പെട്ട ജുനൈദിന്റെ സഹോദരൻ ഹാഷിമും ഇത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 3 പേരെയും ആദ്യം ട്രെയിനിന്റെ സീറ്റ് തങ്ങളിരുന്ന സീറ്റ് തന്നെ വേണമെന്ന് ഈ ആക്രമണകാരികൾ ആവശ്യപ്പെട്ടു. ഇതിനുശേഷം ഒരു സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. എങ്കിലും ഈ 3 സീറ്റ് തന്നെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനുശേഷം ഇതിന് തയ്യാറാകാതിരിക്കുകയും ചെറിയ വാക്കേറ്റം ഉണ്ടാവുകയും ഇതിന് പിന്നാലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈ 3 മദ്രസ വിദ്യാർത്ഥികളുടെയും ഈ തലപ്പാവ് തട്ടിത്തെറിപ്പിക്കുകയും പിന്നീട് ഇവരുടെ താടി പിഴുതെടുക്കുന്ന രീതിയിൽ വലിച്ച് പറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇരയാക്കപ്പെട്ട സഹോദരൻ കൂടി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരുടെ കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഹരിയാനയിൽ ബീഫ് ഗോവധ നിരോധനവും മറ്റും നിലവിലുള്ള സാഹചര്യത്തിൽ ബീഫ് കൈവശം പറ്റൂ എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടി FIR രജിസ്റ്റർ ചെയ്താൽ തന്നെ സ്വാഭാവികമായും ആക്രമണകാരികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതൊരുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമുള്ള രീതിയിൽ വലിയ രീതിയിൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ഈ ഇരയാക്കപ്പെട്ട 3 മദ്രസ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 15 വയസ്സുകാരനായ ജുനൈദ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും മറ്റ് 2 സഹോദരന്മാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇവരെ കത്തികൊണ്ട് കുത്തി വയറിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവർ ഇപ്പോൾ ചികിത്സയിലുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബീഫ് കൈവശം വെച്ചതിനല്ല പകരം വസ്ത്രവുമായി തിരികെ മടങ്ങവേ വർഗീയമായ രീതിയിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്ന് കുടുംബാംഗങ്ങളും ഇരയാക്കപ്പെട്ട സഹോദരനും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ധന്യ. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹരിയാനയിൽ വർഗീയ കൊലപാതകം.
വാർത്തയിലേക്ക് ബി.ജെ.പി. നേതാക്കൾ കള്ളനോട്ട് അടിച്ച കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക്. മുഖ്യപ്രതി രാകേഷിന്റെ ദില്ലി, മുംബൈ നഗരങ്ങളിലെ ബന്ധങ്ങളും ഇടപാടുകളും പോലീസ് പരിശോധിക്കും. രാകേഷിന്റെയും സഹോദരൻ രാജീവിന്റെയും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും അന്വേഷണം. IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കേസന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കള്ളനോട്ടുകളും അച്ചടിയന്ത്രവുമായി വീട്ടിൽ നിന്ന് പിടിയിലായ ബി.ജെ.പി. നേതാവ് രാകേഷിനും സഹോദരൻ രാജീവിനും മുംബൈയിലും ദില്ലിയിലും ബന്ധങ്ങളുണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഇരു നഗരങ്ങളിലും താമസിച്ചിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും സൂചനയുണ്ട്. ഒളിവിൽ പോയ രാജീവിന് താവളമൊരുക്കുന്നത് പഴയ സുഹൃത്തുക്കളാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് തൃശൂർ റൂറൽ SP N. വിജയകുമാർ പറഞ്ഞു. രാജീവിനെ കണ്ടെത്താൻ മുംബൈ, ദില്ലി നഗരങ്ങളിലേക്ക് സംഘത്തെ അയക്കും. അതിനിടെ സഹോദരന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മുൻകാല മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ച പതിവായി വിളിച്ചിരുന്ന കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണനാണ് അന്വേഷണ ചുമതല. ഇന്നലെ റിമാൻഡിലായ BJP ശ്രീനാരായണപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് രാകേഷിനെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇടവേള. വാർത്തയിലേക്ക്. ഉരുട്ടിക്കൊലക്കേസിൽ മുൻ CI EK സാബു, SI അജിത് കുമാർ എന്നിവർക്കെതിരെ സാക്ഷിമൊഴി. ഹെഡ് കോൺസ്റ്റബിൾ തങ്കമണിയാണ് ഇവർക്കെതിരെ മൊഴി നൽകിയത്. കേസിൽ 5ാം സാക്ഷിയായ തങ്കമണിയെ CBI മാപ്പുസാക്ഷിയാക്കിയിരുന്നു. ചെമ്മനോടയിലെ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ. കുറ്റക്കാരായവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. ചെമ്മനോടയിലെത്തിയ PH കുര്യൻ കർഷകരിൽ നിന്ന് പരാതിയും സ്വീകരിച്ചു. പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് നേരത്തെ ചെയ്യാവുന്നതായിരുന്നു. താലൂക്ക് ഓഫീസ് ഞാൻ കണ്ടെടുത്തോളും. താലൂക്ക് ഓഫീസിൽ കഴിഞ്ഞ വർഷം താൽക്കാലികമായിട്ട് നികുതി അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു, അപ്പോൾ ഈ വ്യക്തി, നമ്മളിപ്പോൾ മരണപ്പെട്ട ആ വ്യക്തി, ആ താൽക്കാലികം പോരാ, അയാൾക്ക് പെർമനൻ്റ് ആയിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ താൽക്കാലികമായിട്ട് അടയ്ക്കാനായിട്ടൊരു വകുപ്പ് നിയമത്തിലില്ല. അത് പെർമനൻ്റ് ആക്കി കൊടുക്കാതിരുന്ന, അതുപോലെ സമാന സാഹചര്യത്തിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യത്തിൽ അവർ കുറച്ച് ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു വീഴ്ചയായിട്ട് നമ്മൾ കാണണം. അതാണല്ലോ അവരുടെ പേരിൽ പിന്നെ ശിക്ഷാ നടപടികൾ ഉണ്ടാക്കി ചെയ്തത്. അത് ഇനിയിപ്പം പുള്ളി ആരൊക്കെയാണ്, ഇനി ആരെങ്കിലും റെസ്പോൺസിബിൾ ഉണ്ടോ എന്ന് നോക്കി കഴിയുമ്പോൾ അവരുടെ പേരിൽ നടപടി ഉണ്ടാവും. സൗദി അറേബ്യയിലെ മക്കയിലുണ്ടായ ഭീകരാക്രമണ ശ്രമം സുരക്ഷാ സേന തകർത്തു. ഹറം പള്ളിയെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് സൗദി ആഭ്യന്തര വകുപ്പ് വക്താവ് അറിയിച്ചു. റംസാനിലെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കവെയായിരുന്നു ആക്രമണം. മേഖലയിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. മക്കയിലെ ഹൈ അജിയാസ് അൽ സുഫായിൽ സംശയം തോന്നിയ കേന്ദ്രം പോലീസ് വളഞ്ഞപ്പോഴാണ് ഭീകരവാദിയെന്ന് സംശയിക്കുന്നയാൾ സ്വയം പൊട്ടിത്തെറിച്ചത്. മക്കയിലും ജിദ്ദയിലും ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവർ പോലീസ് പിടിയിലായി. ഇവരുടെ താമസ കേന്ദ്രം പോലീസ് വളയുകയായിരുന്നു. ഒരാളെ മക്കയിലെ അൽ അലീസ ഡിസ്ട്രിക്റ്റിലും മറ്റൊരാളെ ഉമ്മുസലാമിലുമാണ് പിടികൂടിയത്. പെട്രോളിംഗ് വിഭാഗം, കുറ്റാന്വേഷണ വിഭാഗം തുടങ്ങിയവർ സ്ഥലം വളഞ്ഞ് കനത്ത പോലീസ് വലയം തീർത്താണ് ഭീകരരെ പിടികൂടിയത്. തുടർന്നുള്ള പരിശോധനയ്ക്കിടെ മക്കയിൽ തന്നെ അജ്വാസ് അൽ മസാഫിയിൽ ഭീകരർ ഒളിച്ചിരുന്ന വീട് സുരക്ഷാസേന വളഞ്ഞു. റംസാനിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരുള്ള സമയത്ത് മക്കയിൽ ഭീകരരെ പിടികൂടാനായത് ഏറെ പ്രാധാന്യത്തോടെയാണ് സുരക്ഷാസേന കാണുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഭരണരംഗത്തെ പ്രമുഖരുമെല്ലാം മക്കയിലുണ്ട്. ന്യൂസ് ഡെസ്ക്. ഖത്തർ പ്രതിസന്ധിയിൽ ഇടപെടില്ലെന്ന് അമേരിക്ക. വിഷയം ഗൾഫ് രാജ്യങ്ങൾ തന്നെ പരിഗണിക്കുമെന്നും അമേരിക്ക. അതേസമയം മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ ഇന്ന് വേർപിരിയേണ്ടി വരുമെന്ന് UAE. ഖത്തർ രാഷ്ട്രീയ അപക്വത കാണിക്കുന്നുവെന്നും UAE വിദേശകാര്യമന്ത്രി അൻവർ ഗർഗാഷ്. വിവരങ്ങളുമായി T. ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഖത്തർ കാണിക്കുന്ന അപക്വമായ നിലപാട് ആ രാജ്യവുമായി എന്നേക്കുമായുള്ള വിട്ടുപിരിയിൽ എത്തിച്ചേരുമെന്നാണ് UAE വിദേശകാര്യമന്ത്രി അൻവർ ഗർഗാഷ് ട്വിറ്ററിൽ വ്യക്തമാക്കിയത്. ഖത്തർ എന്ന സഹോദരൻ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗൗരവത്തോടെ കാണണമെന്നും ഇറാനോ തുർക്കിയോ ലെബനനോ ആണോ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലങ്ങൾ എന്ന കാര്യം ഓർമ്മിക്കണമെന്നും അൻവർ ഗർഗാഷ് ചോദിക്കുന്നുണ്ട്. ഈ മേഖലയിലെ തീവ്രവാദ സാന്നിധ്യം ഖത്തർ തീരെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് UAE പറയുന്നത്. പലതും ചോർത്തിക്കൊടുത്തും മാധ്യമങ്ങളിൽ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചും രാഷ്ട്രീയ കുട്ടിക്കളിയാണ് ഖത്തർ ഇപ്പോൾ നടത്തുന്നത് എന്നും UAE പറയുന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധി നീണ്ടുപോയാൽ
ഖത്തർ എന്നേക്കുമായി ഖത്തറിനെ എന്നേക്കുമായി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ വേർപ്പെടുത്തുമെന്നും അൻവർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഖത്തർ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നും കുവൈറ്റ് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും അമേരിക്കയിലെ UAE അംബാസഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഇടപെടാമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തോട് വാഷിംഗ്ടണിൽ പ്രതികരിക്കുകയായിരുന്നു UAE അംബാസഡർ. ടി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ചൈനയ്ക്കുള്ളിൽ ഒരു സോവിയറ്റ് യൂണിയനോ? കൈരളി TV എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ചൈന സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച ഇന്നത്തെ ചൈനീസ് ഡയറിയിൽ. ചൈനയ്ക്കുള്ളിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രം ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വത്തിൽ 6 മന്ത്രികൾ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ 1931 ഇവിടെ അധികാരത്തിൽ. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവപാത ആരംഭിക്കുന്നത്. ലോങ് മാർച്ചും തുടങ്ങുന്നത് ഇവിടെ നിന്ന്. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ചൈനയ്ക്കുമുണ്ട് ഒരു സോവിയറ്റ് റിപ്പബ്ലിക് പശ്ചാത്തലം. ചൈന എന്ന വിസ്തൃത ഭൂമിക്കുള്ളിൽ 1931 മാവോ സെത്തുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ച പരമാധികാര രാഷ്ട്രമാണ് സോവിയറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന. വടക്കു കിഴക്കൻ മേഖലയിൽ ഏതാനും പ്രവിശ്യകളടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു ഇത്. 6 വർഷം മാത്രമേ ഈ പരീക്ഷണം നീണ്ടുനിന്നുള്ളൂ എങ്കിലും വിപ്ലവാനന്തര ചൈനയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പരീക്ഷണ സർക്കാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചൈനയ്ക്കുള്ളിലെ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന മന്ദിരങ്ങളും മറ്റ് അടയാളങ്ങളും ചൈനീസ് ഗവൺമെന്റ് പരിപാലിക്കുകയാണ്. മാവോ ആയിരുന്നു പ്രധാനമന്ത്രി. 6 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വകുപ്പുകളുടെ ശേഷിപ്പുകളും എന്തിനേറെ കറൻസികൾ പോലും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. മാവോ വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഈ കിണറിൽ നിന്നാണ് മാവോയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വെള്ളമെടുക്കുകയും കുടിക്കുകയും ചെയ്തു. ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയും ആൾക്കാർ വിപ്ലവ വീര്യം ആവാഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. കുമിന്താങ്ങുമായി തുടർച്ചയായി ഏറ്റുമുട്ടിയ ചെമ്പടയ്ക്ക് 1.5 ലക്ഷത്തോളം പേരുടെ അംഗബലവും ഉണ്ടായിരുന്നു. മാവോയുടെ താമസ കേന്ദ്രത്തിനോട് ചേർന്ന മരത്തിലാണ് കുമിന്താങ്ങിന്റെ ബോംബ് വർഷം നടന്നത്. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഈ പുറകിലുള്ള ബിൽഡിംഗിൽ മാവോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരത്തിന് മുകളിൽ ഒരു ബോംബ് വീണത്. വളരെ സുപ്രധാനമായ ഒരു മരമായിട്ടാണ് ഇന്ന് ചൈനക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കിങ് ഓഫ് ട്രീസ് അല്ല, എല്ലാ മരങ്ങളുടെയും രാജാവ് എന്നുള്ള പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് നടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് വേദിയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ്. ഖുർആൻ വചനങ്ങൾ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പടച്ചവനെ, നീ പഠിപ്പിച്ചു തന്ന അറിവല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ പരിശുദ്ധനാണ്, നീ യുക്തിജ്ഞനാണ്. നാഥാ, ഞങ്ങൾക്കറിഞ്ഞുകൂടാ.
ഈ ഘട്ടത്തിനാണ് അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ പിതാവായ ആദാമിനോട് പറയുന്നത്, ഖാലയ ആദമു അംബിഉഹും ബി അസ്മാഇഹിം, ആദം അവയുടെയൊക്കെ നാമങ്ങളൊന്ന് ഈ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ആദം പറഞ്ഞു കൊടുത്തു. ഫലമ്മ അംബഅഹും ബി അസ്മാഇഹിം, അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അല്ലാഹു തആല മലക്കുകൾക്ക് പോലും നൽകാത്ത അറിവുകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ മനുഷ്യന് സാധ്യമാവണമെങ്കിൽ രക്തം ചിന്താതെ, കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതെ സമാധാനപരമായി ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്കേവർക്കും സാധിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.